ഹലോ ഗേഴ്സ്, അപ്പൊ നമ്മൾ ഇന്ന് വന്നത് നമ്മുടെ നമ്മുടെ ചെറുക്കൻ്റെ, ഞാൻ ഇന്നലെ പറയുണ്ടായി, നമ്മുടെ ചെറുക്കൻ്റെ അഖിലിന്റെ പുതിയൊരു സിനിമ റിലീസ് ആയിട്ടുണ്ട്. ട്രിപ്പിൾ ഡക്കർ എന്നാണ് സിനിമയുടെ പേര്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇന്ന് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്കും ഒരു അഭിമാന നിമിഷമാണ്. നമ്മളെ കൂട്ടത്തൊരാള്, നമ്മുടെ കൂടെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാള് സിനിമയെ കയറിയെന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരു പ്രൗഡ് മൊമെന്റ് ആണ്. അപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ്. അപ്പം നമ്മളോടൊപ്പം ഇതാ ആ സിനിമയുടെ നായകൻ ഒരു നെയ്യാറ്റിങ്കര താലൂക്കിലെ ആദ്യത്തെ നായകൻ. യേ അപ്പൊ നമ്മളെ ഇതാണ് അഖില്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ വീഡിയോകളൊക്കെ ചെയ്തിട്ട് നമ്മളെ ചങ്കാണ്, നമ്മളൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ്. അപ്പൊ അളിയൻ 2-3 സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ നായകനായിട്ട് ഇത് ആദ്യമായിട്ടാണ് സിനിമ. അപ്പൊ അതിന്റെ ചെയ്തപ്പോൾ ഉള്ള ഒരു പ്രൗഡ് മൂമെന്റ് എന്താണ്? പ്രൗഡ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഏകദേശം ഒരു 10-15 വർഷമായിട്ട് ഈ സിനിമയുടെ കാര്യങ്ങളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സിനിമ, ഷോർട്ട് ഫിലിം, വെബ് സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു നായക വേഷം കിട്ടുക എന്നുള്ളത് പറഞ്ഞൊരു ഒരു ഒരു ഭാഗ്യമാണ്. ചലഞ്ചിങ് ആയിരുന്നു അതൊക്കെ. അതാണ് ഏറ്റവും വലിയ പ്രൗഡായിട്ട് തോന്നുന്നുണ്ട്. നായക വേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു മൂന്നാമത്തെയോ നാലാമത്തെയോ സിനിമ നായക വേഷം ആവുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പം അതിന്റെ സന്തോഷത്തിൽ ആദ്യത്തെ സിനിമ ഏതായിരുന്നു? ആദ്യം ഞാൻ ചെയ്ത സിനിമ നമ്മുടെ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള കുട്ടിയപ്പനും ദേവദൂതരും എന്നുള്ള സിനിമയാണ്. അത് സിനിമ കഴിഞ്ഞ് ഒരു ചെറിയ കുഞ്ഞു വേഷമായിരുന്നു. എന്നെ വിളിച്ചിട്ട് ഞാൻ അവൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമിൽ ഞാൻ നായകനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൻ എന്നെ ഒഴിവാക്കാതെ ഒരു ചെറിയ സീനാണെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത സിനിമയായിരുന്നു. പിന്നെ രണ്ടാമതൊരു നീർമാതളം പൂത്തകാലം ഭയങ്കര കാമുകി എന്ന് പറഞ്ഞ സിനിമ, അത് ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള അമൽ കണ്ണൻ എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ചെയ്തിട്ടുണ്ട്. അതെ. അപ്പം അത് കുഞ്ഞു കുഞ്ഞു വേഷങ്ങളായിരുന്നു. അപ്പം അങ്ങനെ അതിൽ നമ്മുടെ എൻ്റെ ഒരു ഗുരുവായിട്ടുള്ള ഒരു അരുൺ ഗോപൻ എന്ന് പറയുന്ന ചേട്ടൻ, നമ്മുടെ ഗുരുവായിട്ടുള്ള അരുൺ ഗോപൻ, നമ്മളെ അതെ +1 നമ്മളെ നാടകം പിടിച്ച അരുൺ ഗോപന്റെ സിനിമയായിരുന്നു അത്. അതെ ആ പുള്ളിക്കാരപ്പോ സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്. സീരിയൽ അഭിനയിക്കുന്നുണ്ട് മെയിനായിട്ട്. പേര് അറിഞ്ഞു, പക്ഷെ അമ്മയൊക്കെ ഇരുന്ന് കാണും. ഇഷ്ടമാണ് പുള്ളിക്കാരന്റെ. അതെ സീരിയലിൽ നമുക്ക് നന്നായിട്ട് നല്ല അത് മൂന്നാമത്തെ സിനിമയാണ് ഇത്. മൂന്നാമത്തെ സിനിമയാണ് ഇത് ഈ സിനിമ. അല്ല ഇപ്പൊ ഞാൻ അല്ല ഐനോബിഡിയിൽ ചെറിയൊരു വേഷം ഞാൻ ഇങ്ങനെ ഓടുന്ന ഐനോബടി, നമ്മളെ പൃഥ്വിരാജിന്റെ അത് സിനിമ, ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ ഐനോബടിയില് ഓടിക്കൊണ്ടിരിക്കുന്ന റോൾ അഭിനയിച്ചിട്ടുണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയില് ഓടിക്കൊണ്ടിരിക്കുന്ന റോള് പാടിക്കില്ല. ജസ്റ്റ് മോള് പോകുമ്പോ ഒരു ഐനോബടി കണ്ട ആരെങ്കിലും അഖിലിനെ കണ്ടായിരുന്നു ആ സിനിമയില്? ഒരാളായിട്ട് കാണും. മൂന്നാമത്തെ സിനിമ, നാലാമത്തെ സിനിമയാണ് നായക വേഷം. അപ്പൊ നമ്മൾ സിനിമ കണ്ടിട്ടുണ്ട്. നല്ല അടിപൊളി സിനിമയാണ്. നല്ല ഡയറക്ഷൻ എല്ലാം സൂപ്പറാണ്. അഖിലിന്റെ പെർഫോമൻസ് ആയാലുള്ള എല്ലാവരും പെർഫോമൻസ് അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും സിനിമ കാണണം. സിനിമ ഇപ്പോ ലൈവായിട്ടുള്ളത് നമ്മുടെ മനോരമ മാക്സിലും ആമസോൺ പ്രൈമിലുമാണ് ഇപ്പൊ സിനിമ ഉള്ളത് ലൈവായിട്ട്. തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടില്ല, ഒറ്റ ഷോയെ റിലീസ് ചെയ്തുള്ളത്. നമ്മൾ രാവിലെ നിന്ന് കണ്ടിട്ടുണ്ട്. അതില് തുച്ഛമായ വില എന്തോ 135. എയർടെൽ ആപ്പ് ഉള്ളവർക്ക് 139 ആണ്. മാക്സിമം എല്ലാരും കാണണം. ആദ്യത്തെ നായക വേഷ സിനിമയാണ്. അപ്പൊ നമുക്കും കൂടെ ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എല്ലാരും മാക്സിമം സിനിമ കാണണം, കണ്ട് വിജയിപ്പിക്കണം. പുതുമുഖങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് കണ്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ളവരായിരിക്കും നമ്മളെ വീഡിയോ കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ അവരെന്തായാലും ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മുടെ നാട്ടിലുള്ളവരാണ് വളർത്തി വിടേണ്ടത്. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പറയല്ലേ. സിനിമയെ കുറിച്ച് നമ്മുടെ ആദ്യമായിട്ട് സംഭവം കാരണം ഒരുപാട് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിമിൽ നായക വേഷം ചെയ്തിട്ടുണ്ട്. അല്ലാതെ പിന്നെ ചെറിയ ചെറിയ വീഡിയോസ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് പെട്ടെന്ന് സിനിമയിലോട്ട് വന്നപ്പോൾ ഉള്ള ഒരു മാറ്റം, അതായത് ചെറിയൊരു ക്യാൻവാസിൽ നിന്ന് വലിയ ക്യാൻവാസിലോട്ട് വരുമ്പോൾ ഉള്ള ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ചലഞ്ച് എന്തൊക്കെയായിരുന്നു? അത് നമ്മളിപ്പോൾ ഈ ഷോർട്ട് ഫിലിംസുകളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു പ്ലോട്ടിൽ നിന്നായിരിക്കും, ഒരു സീക്വൻസുകളിലായിരിക്കും നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നത്. ഇത് പല പല സീക്വൻസുകൾ, പല പല കഥകൾ എല്ലാം കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പല ആൾക്കാർ, പല കഥാപാത്രങ്ങൾ നമ്മളിലോട്ട് സംസാരിക്കുന്നു. പല രീതിയിൽ അതിനെ പല ലൊക്കേഷൻസ് എല്ലാം വരുന്നു. അപ്പോൾ നമുക്കൊരു പ്രത്യേക എല്ലായിടത്തും പല പല ഭാവങ്ങൾ അങ്ങനെ ചെയ്യേണ്ട അവസ്ഥയിലോട്ട് പോകും. അതൊരു രസമുള്ള പരിപാടിയായിട്ട് തോന്നി. എന്നുവെച്ചാൽ ഒരു മുഴുനീളം നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നമുക്കൊരു ഒരു വ്യത്യസ്ത ഫീൽ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തോന്നിയത്. സാധാരണ നമ്മൾ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഒറ്റ ലൊക്കേഷനിലും അല്ല 1-2 ലൊക്കേഷനിലൊക്കെ വളരെ കുറച്ച് കഥാപാത്രങ്ങളുമായിട്ട് പോകുന്ന ഷോർട്ട് ഫിലിംസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ സിനിമ എന്ന് പറഞ്ഞു വരുമ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരു ലോങ് ആയിട്ട് കുറേ ദിവസങ്ങൾ ഷൂട്ടിൽ നിൽക്കുന്നു, ഒരു ഫാമിലി ആയിട്ട് നമ്മളോട് കൂടെ ഉണ്ടാകുന്നു. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സിനിമയെ പറ്റി, ഈ ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് റൈറ്റ്, അതിനെ കുറിച്ചൊന്ന് പറയാം. ആരൊക്കെയാണ്, നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടുത്താം. പിന്നെ തീർച്ചയായിട്ടും ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കൃഷ്ണ പൂജപ്പുര എന്ന ആളും
സാറും കൃഷ്ണ പൂജപ്പുര നമ്മുടെ ഇവർ വിവാഹിതരായാൽ ഹാപ്പി ഹസ്ബൻഡ് ഗോവ ജനപ്രിയൻ സിനിമയുടെയൊക്കെ റൈറ്ററായിട്ടുള്ള അദ്ദേഹവും പിന്നെ നമ്മുടെ ഇതിൻ്റെ സംവിധായകനായിട്ടുള്ള കൃഷ്ണനുണ്ണി മംഗലത്തും കൂടെയാണ് ഇത് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ഈ കൃഷ്ണനുണ്ണി മംഗലത്തിൽ തന്നെ, ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഈ ഡയറക്ഷന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മളൊക്കെ ആലോചിക്കുമ്പോൾ വലിയ വലിയ ഡയറക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പേടിയൊക്കെ കാണൂലേ. അപ്പൊ ഈ ഡയറക്ഷൻ കൃഷ്ണനുണ്ണി എങ്ങനെയാണ്? ഫ്രണ്ട്ലി ആണോ അതോ എങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? കൃഷ്ണനുണ്ണി ഭയങ്കര ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ നമ്മുടെ എൻ്റെ ഒരു അനിയനെ പോലെ ഒരു ചേട്ടനെ പോലെയൊക്കെ നമുക്ക് അവൻ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അങ്ങനെയാണ്. ഭയങ്കര ഹ്യൂമൻ ആയിട്ടുള്ള ഒരു വ്യക്തി. നമ്മൾ ഒരിക്കലും അതിനൊരു ഡിസ്റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലാണ് അവൻ അതിനെ നമ്മളടുത്ത് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് തന്നെ നമുക്കൊരു വാല്യൂ തരുന്നുണ്ട്. ഒരു ഡയറക്ടർ നമ്മൾ ചെയ്യണം എന്ന് പറയുന്നതിനല്ലാക്കാളും ചേട്ടാ ചേട്ടാ അത് നമുക്ക് ഇങ്ങനെ മതി ചേട്ടൻ ചെയ്തോ ചേട്ടാ അത് കുഴപ്പമില്ല ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം ചേട്ടാ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രചോദനമാണ്. എന്നുവെച്ചാൽ നമുക്ക് എന്തും ചെയ്യാം, നമ്മുടെ തെറ്റുകൾ മാറ്റിയിട്ട് ഉടനെ തന്നെ പറഞ്ഞത് ചേട്ടാ അത് വേണ്ട നേരത്തെ അതിൽ കാണിച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് വേറൊരു സാധനം കൊടുക്കാം എന്നുള്ളതാണ്. പിന്നെ ഇതിനായിട്ട് ഡയറക്ടർ തന്നെയാണ് ഇത് എഡിറ്റിംഗ് ചെയ്തത്. അത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് കൃഷ്ണനുണ്ണി. എഡിറ്റിംഗ് ഒക്കെ ഇതിൽ ഒരു പ്രധാന പോയിന്റ് ആയിരുന്നു ഇതില് എഡിറ്റിംഗിന്റെ. കാരണം പല സീനുകൾ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. അതായത് അതിനെന്തോ പറയുമല്ലോ ഇങ്ങനെ നടക്കാൻ പോണ നമ്മള് നോൺ ലീനിയർ പാറ്റേൺ യൂസ് ചെയ്തിട്ട് കഥ പറയുന്ന രീതി തോന്നൂല. അങ്ങനെ ഒരു എന്താ പറയാ ഒരു പോരായ്മയെ തോന്നാത്ത രീതിയിൽ നല്ലപോലെ എഡിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അല്ല ഇത് നേരത്തെ പറയണ്ടേ 15 വർഷം കാത്തിരിപ്പാണ് സിനിമ. അത് എനിക്കും അറിയാം, നമ്മളൊക്കെ 15 വർഷം കാത്തിരും. അപ്പൊ ഇതിന്റെ ഇടയില് ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്ത് ഏതെങ്കിലും നല്ല ക്യാരക്ടർ വന്ന് കയ്യിൽ നിന്ന് പോയി അങ്ങനെ ഏതെങ്കിലും കിട്ടാതെ അങ്ങനെ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടോ? അങ്ങനെ ഒന്ന് രണ്ട് പറയാനാണെങ്കിൽ ഒന്ന് രണ്ട് പറയാമോ? അത് ഞാൻ ആദ്യമായിട്ട് ഈ സിനിമ 15 വർഷം എന്ന് പറയുമ്പോൾ ഞാൻ 2011 ആദ്യമായിട്ട് ഞാൻ ഈ സിനിമയിലോട്ട് ആദ്യമായിട്ട് ഓഡീഷനിലോട്ട് 2011 അപ്പോഴേ തുടങ്ങിയതാണ്. ഞാൻ +1 പഠിക്കുന്ന സമയത്ത് +1 പഠിച്ചിരിക്കുന്ന സമയം 10 കഴിഞ്ഞ് +1 പോകുന്ന സമയത്തായിരുന്നു ബാല്യകാല സഖി എന്ന് പറഞ്ഞ സിനിമയുടെ ഓഡീഷനിലാണ് മമ്മൂട്ടിയുടെ ബാല്യകാല സഖി. അപ്പൊ അതില് ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു ഓഡീഷൻ വന്നിരുന്നത്. നമ്മുടെ പ്രമോദ് പയ്യന്നൂരാണ് ഡയറക്ടർ. മറ്റു ക്രൂ മെമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഓഡീഷൻ കഴിഞ്ഞു. അപ്പോൾ അതെ ബാല്യകാല സഖി മമ്മൂട്ടിയുടെ ബഷീറിന്റെ റോളാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അതിന് മൂക്ക് വലിയ കൊച്ചിലത്തെ വേഷം ഓഡീഷൻ കിട്ടിയതാണ്. കൊച്ചിലെ മീൻസ് ആ കഥാപാത്രത്തിന്റെ ഒരു പാട്ട് സീക്വൻസ് ഉണ്ട്. അതിനകത്ത് ജസ്റ്റ് കട്ടിൽ പോകുന്ന കുറെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ കഥ വായിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ബാല്യകാല സഖി കഥ നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സംഭവമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി. അപ്പോൾ അതിന് ഫസ്റ്റ് ട്രിവാൻഡ്രത്തുള്ള യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള ഒരു ഹാളായിരുന്നു. അവിടെ പോയി ഓഡീഷൻ അറ്റൻഡ് ചെയ്യുന്നു. ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് സെലക്ട് ആയിട്ട് നമ്മളടുത്ത് തൃശ്ശൂർ എറണാകുളം അവിടെ ആയിരുന്നു അടുത്ത ഓഡീഷൻ വരുന്നത്. അവിടെയും പോയി നമുക്ക് സെലക്ട് ആയി എന്നുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ച് നമ്മുടെ അടുത്ത് ഉണ്ടാവുന്നു. പിന്നെ അത് നമ്മൾ സിനിമ സംഭവിക്കുന്നതല്ലേ. അപ്പൊ അത് വേറെ രീതിയിൽ അതങ്ങ്. എന്നിട്ട് ആരാണ് അത് അഭിനയിച്ചത്? അപ്പൊ നമ്മൾ ഈ സിനിമ നമ്മൾ ഓഡീഷന് പോകുന്ന സിനിമകൾ നമ്മൾ എന്തായാലും പോയി കാണുമല്ലോ. അപ്പൊ അത് കാണുന്ന സമയത്ത് അവിടെ ആ സിനിമയ്ക്കകത്ത് നമ്മൾ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നമ്മുടെ ഷൈൻ നിഗമാണ് അഭിനയിച്ചിരിക്കുന്നത്. ഷൈൻ നിഗം ആ റോള് ചെയ്തിരിക്കുന്നത് കുട്ടിക്ക്. പക്ഷേ ആദ്യത്തില് കോളിഷൻ കിട്ടിയതായിരുന്നു. പിന്നെ ഷൈൻ നിഗം കുറച്ച് നല്ല നിങ്ങൾക്ക് അറിയാം നല്ല ഇത് ചെയ്യുന്നതാണ്. അപ്പം പുള്ളിക്കാരനത് ഫൈനൽ സ്റ്റേജിൽ പുള്ളിക്കാരന് കിട്ടി. അതുമായിട്ട് നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നെങ്കിൽ പക്ഷെ ഫൈനൽ സ്റ്റേജില് ഷൈൻ നിഗത്തിന് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറെ കുഞ്ഞു സിനിമകളുടെ ഓഡീഷൻ ഒക്കെ പോകും. നമ്മൾ പറ്റിക്കപ്പെടും, പൈസ കൊടുക്കും, ഓഡീഷൻ അറ്റൻഡ് ചെയ്യും, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ വീണ്ടും നമ്മളിങ്ങനെ പോവും. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുമായിട്ട് ഷോർട്ട് ഫിലിം ചെയ്യും, സിനിമ ചെയ്യും, പിന്നെ വീണ്ടും ഏതെങ്കിലും വരുമ്പോൾ പോവും. അങ്ങനെ അവസാനമായിട്ട് പോയത് എനിക്ക് കറക്റ്റായിട്ട് ഐനോബഡിയുടെ ടൈമിലാണ് ഉണ്ടായിരുന്നത്. സൈറ ബാനു എന്ന് പറഞ്ഞ സിനിമയുടെ ഉണ്ടാവും. സൈറ ബാനുവിൽ ഞാൻ ഇതിനൊക്കെ മുന്നേ പോയതാണ്. അതില് നമ്മുടെ മഞ്ജു വാര്യരുടെ കൂടെ ഷൈൻ നിഗം വീണ്ടും ഷൈൻ നിഗമാണ് സൈനവാർ സിനിമയില് മഞ്ജു വാര്യന്റെ മോനായിട്ട് ചെയ്തത്. ചെറുക്കന് ഓഡിഷനിൽ ഏകദേശം കിട്ടിയതായിരുന്നു. പിന്നെ ഒരുപാട് പേര് വരുമല്ലോ, ഒരുപാട് ചെയ്തതുകൊണ്ട് ഷൈൻ നിഗത്തിന് കിട്ടി. ഓക്കെ, എന്നാലും അവസാനം 15 വർഷം എനിക്കറിയാന്നുള്ളതാണ്. 15 വർഷം എന്ന് പറഞ്ഞാൽ +2 മുതലേ ചെറുക്കൻ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിറങ്ങിയാണ്. കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ 15 വർഷം വേറെ കരിയർ മൊത്തം മാറ്റി വെച്ചാണ്. മൊത്തം എന്ന് പറഞ്ഞാൽ വേറെ ജോലി ആയാലും ഒന്നും നോക്കാതെ ഇതിന്റെ പിറകെ വീട്ടിലെ പ്രതിസന്ധി അതിനിടയ്ക്ക് കുറെ ഉണ്ട്. അതെല്ലാം തരണം ചെയ്ത് ഞാനും കൂടെ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ അങ്ങ് മാറി പഠിത്തത്തിന്റെ കാര്യങ്ങളും ജോലിയിൽ അങ്ങോട്ട് പോയി. പക്ഷെ പുള്ളിക്കാരൻ ഇതിൽ തന്നെ ഉറച്ചു നിന്ന് എടുത്തു പറയാനുള്ള വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടാണ്. കുട്ടി ഇവന്റെ അമ്മ അരുൺ ചേട്ടാ ബാക്കി നിൽക്കാതൊന്ന് വാ ചേട്ടാ വാ.
മൂത്ത ചേട്ടനാണ്, എന്റെ സപ്പോർട്ടാണ്. ഇപ്പൊ തന്നെ വന്ന് ഇവിടെ മോൻ കാണൂല, ഇത് അരുൺ ചേട്ടനാണ്, മൂത്ത ചേട്ടനാണ്. അതെ. പണ്ട് മുതലേ ഭയങ്കര സപ്പോർട്ടാണ്. ഈ അഖിലിനെ സപ്പോർട്ട് കൊടുക്കുന്ന സപ്പോർട്ട് തന്നെയാണ് എനിക്കും തരുന്നത്. അത് നമ്മളെ സ്വന്തം ചേട്ടനെ പോലെയാണ്. എല്ലാവരും നല്ല രീതിയിൽ വരണമെന്ന് ആഗ്രഹമുള്ളതാണ്. അപ്പൊ ഭയങ്കര വീട്ടിൽ പിന്നെ രണ്ടാമത്തെ ചേട്ടൻ അജിത് ചേട്ടനും ഭയങ്കര സപ്പോർട്ടാണ്. അങ്ങനെ വീട്ടിൽ നല്ല സപ്പോർട്ട് ചെറുക്കാനുണ്ട് ഇല്ലേ? അതെ, വീട്ടുകാരെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നിനക്ക്? ഇന്നത്തെ ഈ വിജയത്തില് പ്രധാന പങ്കെന്ന് പറഞ്ഞാൽ വീട്ടുകാർ തന്നെയാണ്. ഞാൻ ഉറപ്പായിട്ട് പറയാം. കാരണം ഇതുപോലൊരു വീട്ടുകാർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് എത്താൻ സാധിക്കുകയുള്ളൂ. പലരും പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നതും പാതി വഴിയിൽ വേറെ എന്തെങ്കിലും പരിപാടി നോക്കണതിന്റെ മെയിൻ കാരണം ഇതാണ്. അതെ, ശരിയാണ്. വീട്ടിന്റെ സപ്പോർട്ട്, വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മള് എവിടെ എത്തും. സപ്പോർട്ട് എന്ന് പറഞ്ഞാലും വീട്ടുകാരെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് വേറെ എന്തായാലും ഞാൻ വീട്ടുകാരെ തന്നെ കുറച്ച് രണ്ടു വാക്ക് പറയാം. വീട്ടുകാർ മെയിൻ ആയിട്ട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അമ്മൂമ്മയാണ്. പണ്ട് ഞാൻ സ്കൂളിൽ നമ്മൾ പഠിക്കാനൊക്കെ വളരെ മോശമാണല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടീമുകളൊക്കെ വരുമ്പോൾ. അപ്പം സ്കൂളിൽ പോവാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് പണ്ട് ഷോ ഉണ്ടാവും DD ന്യൂസിലും പല ദൂരദർശനിലും ഒക്കെ. അപ്പൊ പണ്ടത്തെ ഈ അമ്മൂമ്മ ചന്തയിൽ പോയിട്ട് വരുന്ന സമയത്ത് ഈ സിനിമ കാണിക്കും, അതായത് സിനിമ ഇടും. ഈ ഉച്ചയ്ക്ക് ജോലികളൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ തീർക്കാൻ വേണ്ടിയിട്ട്, അടുക്കളയിലെ ജോലി തീർക്കാൻ വേണ്ടി സിനിമ ഇടുന്ന സമയത്ത് ഞാൻ കള്ളൊടിച്ച് കിടക്കുകയില്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് സിനിമകൾ ഇങ്ങനെ കാണും. അപ്പൊ അങ്ങനെ സിനിമകൾ കണ്ട് അപ്പൊ അമ്മൂമ്മ എന്നും എല്ലാ വെള്ളിയാഴ്ചയും അമ്മ ഈ ജോലിക്ക് പോയി ചന്തയിൽ പോയി കിട്ടുന്ന പൈസ കൂട്ടി വെച്ചിട്ട് ഫാമിലി എല്ലാവരെയും അമ്മൂമ്മ സിനിമ കാണാൻ കൊണ്ടുപോകും. അതെല്ലാവരെയും കൊണ്ടുപോകും. അങ്ങനെ സിനിമ കാണാൻ കൊണ്ടുപോയി തിയേറ്ററിൽ വലിയ വലിയ സ്ക്രീനുകളിൽ പല പല സിനിമകൾ കാണുന്നു. മൈഡിയർ കുട്ടിച്ചാത്തൻ വരെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സിനിമകളും കണ്ട് നമുക്ക് നരസിംഹം കണ്ടിട്ടുണ്ട്, കുഞ്ഞിക്കൂനൻ, വാസന്തി ലക്ഷ്മി, പിന്നെ ഞാനും, ബാലേട്ടൻ, എല്ലാ സിനിമകളും കാണുമ്പോൾ നമുക്ക് അത് അപ്പം തന്നെ നമ്മുടെ ഉള്ളിലോട്ട് കയറുമല്ലോ. ആ ഒരു അത്ഭുതം, ആ സിനിമയ്ക്കുള്ളിൽ കാണിച്ചിരിക്കുന്ന അത്ഭുതമൊക്കെ കാണും. അപ്പോൾ അതുവഴി ആണ് അമ്മൂമ്മയാണ് ഇതിനകത്തോട്ട് കൊണ്ടുവന്നത്. അമ്മ സപ്പോർട്ടാണ്. അച്ഛൻ 2 വർഷമായി മരിച്ചിട്ട്. അച്ഛൻ മരിക്കുന്ന സമയത്താണ് ഈ സിനിമയുടെ ഷൂട്ട് നടക്കുന്നത്. സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ആയിരുന്നു ഇത് സംഭവിച്ചത്. പക്ഷെ ചേട്ടന്മാര് ഈ ജോലിക്ക് ഞാനിങ്ങനെ പണ്ട് പോലെ കലോത്സവത്തിനും അതിനൊക്കെ പോയി മോണോക്റ്റും നാടകവും നമ്മൾ ഒരുമിച്ചൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ വീട്ടുകാര് അങ്ങ് പറയും, ഇവൻ എന്തോ ചെയ്യുന്നുണ്ട്, അപ്പൊ അത് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ അങ്ങ്. നാടകം നിന്റെ കൂടെ ആരൊക്കെ ചെയ്തിട്ടുണ്ട്? എന്റെ കൂടെ നമ്മളെ കറുത്ത കൃഷ്ണനായിട്ട് വേഷം ചെയ്തിട്ട് നമ്മളെ 8ാം ക്ലാസ് മുതൽ ഒരുമിച്ച് 7 മുതൽ 8. 7ാം ക്ലാസ് വന്നിട്ട് ഞാൻ മുങ്ങി. വീണ്ടും ഇതിനെ വാഴത്തോട്ടത്തിലിട്ട് നമ്മൾ പിടിച്ച് നമ്മൾ അഭിനയിച്ച് കൊണ്ടുവന്നതാണ്. അതായത് നമ്മളന്ന് വെളുത്ത ഘോഷയാത്രയുടെ കറുത്ത കഥ എന്ന് പറഞ്ഞിട്ട് നാടകം, നമ്മുടെ തന്നെ ഗുരുവായിട്ടുള്ള കണ്ണൻ, എസ്എംപുരം കണ്ണനാണ് ആ നാടകം ഞങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കാൻ വന്നത്. ആ സമയത്ത് കറുത്ത കൃഷ്ണനായിട്ടുള്ള വേഷം, അതായത് വെളുത്ത നമ്മുടെ ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഘോഷയാത്രയ്ക്ക് വേഷം കെട്ടി നിൽക്കുന്ന കുറേ കുട്ടികളുടെ കഥ പറയുന്ന ഒരു സംഭവമായിരുന്നു ആ നാടകം. അപ്പം കറുത്ത കൃഷ്ണനായിട്ട് ആ വേഷം കെട്ടിയത് നമ്മുടെ നിജുവും, വെളുത്ത കൃഷ്ണനായിട്ട് ഞാനും, നമ്മുടെ ഒരുപാട് കൂട്ടുകാരന്മാർ അങ്ങനെ ഉണ്ട്. നമ്മുടെ 9ാം ക്ലാസ് 10ാം ക്ലാസ് +1 നാടകം ചെയ്തു. പിന്നെ നമ്മൾ നാടകം ചെയ്തില്ല, മോണോക്ട് ചെയ്യും, ഞാൻ മിമിക്രി ചെയ്യും, വൈം ചെയ്യും, ഇവിടെ വരുന്നില്ല സ്റ്റേജ് നമ്മൾ പഠിപ്പിക്കാനൊക്കെ പോകും. നാടകം ഒരുപാട് സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ പോയി ഞാനൊരു വഴിക്ക് പോയി, പിന്നെ ഡിഗ്രി കഴിച്ച് അങ്ങോട്ട് വേറെ വഴിക്ക്. ആള് ഒരു ബേസ് ഇടാൻ വേണ്ടിട്ട് പോയതാണ്. നമുക്കിപ്പോ ധൈര്യമാണ്, അതാണ് അതിന്റെ ഒക്കെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പൊ ഈ സിനിമയിൽ മെയിൻ ആയിട്ട് പറയാൻ ഞാൻ ഇവിടെ എത്താൻ കാരണം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സിനിമയില് ഇവിടെ ഉള്ള കുറെ പേര് ഈ സിനിമയിലുണ്ട്. കാരണം നമ്മളെ കൂടെ ഷോർട്ട് ഫിലിമിലും അല്ലാതുള്ള ഒരുപാട് പേരെ ചെറുക്കം വിളിച്ച് അഭിനയിപ്പിച്ചിട്ടുണ്ട്. അതും കൊടുത്തേ പറ്റൂ എന്ന് അതൊരു പ്ലസ് പോയിന്റ് ആണ്. കാരണം എല്ലാരെയും എന്നെ വിളിച്ച്, ആദർശനെ വിളിച്ച്, എല്ലാരെയും വിളിച്ചിട്ടുണ്ട്. ആദർശൻ ആ സമയത്ത് കല്യാണമായിരുന്നു, നമ്മുടെ കല്യാണമായിരുന്നു. അപ്പൊ ബിസി മാൻ ആയിരുന്നു. അതില് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് വേണ്ടി ഒരു റോള് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ PSC എക്സാം വേണ്ടി വരാൻ പറ്റില്ല, എന്നിട്ട് വരെ PSC എക്സാം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് വൈകിട്ട് എന്നെ കൊണ്ട് ആ ഷൂട്ട് ചെയ്യിപ്പിച്ച്. പക്ഷെ സിനിമ ബ്ലർഡ്, അവന്റെ ഷോട്ട് വന്നപ്പോ ഇത് ചെയ്ത് വന്നപ്പോ അവൻ മെയിൻ ആയി ഡയറക്ടർ. നമ്മള് ആ സീന് കാണാൻ വേണ്ടി നമ്മള് വീഡിയോ ഒക്കെ ഇങ്ങനെ ഫോണൊക്കെ ഓണാക്കി വെച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം മെയിൻ വില്ലന്റെ പിറകെ വീണ്ടും ഒരു മെയിൻ വില്ലനായിട്ടാണ് നിജുവാണ് അഭിനയിച്ചത്. സംഭവം ആശാൻ വന്ന് നമുക്ക് മാത്രമേ മനസ്സിലായുള്ളൂ. സംഭവം ബ്ലർ ഷോട്ടായിരുന്നു. വന്ന് നിന്നു ബ്ലാക്ക് ആയി ഒരു വെടിയുണ്ടയുടെ സൗണ്ട് ആയിട്ട്. പിന്നെ ഞാൻ ഷൂട്ട് ചെയ്തപ്പോ എന്റെ മുഖം വെടി വെച്ചിട്ട് ഒരു മാസ്റ്റീലേക്ക് ഉണ്ടായിരുന്നു. അവസാനം എഡിറ്റ് ചെയ്തപ്പം ഞാൻ അവിടെ നടനായി, ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ഒക്കെ വന്നതുകൊണ്ട് ഡയറക്ടർ ഓൾറെഡി പറഞ്ഞു, നമ്മൾ സിനിമ തിയേറ്ററിൽ വരുന്നതിന് മുന്നേ കൃഷ്ണനുണ്ണി പറഞ്ഞു, ചേട്ടാ നിജോന്റെ സീൻ ഇങ്ങനെ പോയിട്ടുണ്ട്, ഒരിക്കലും വിഷമിക്കരുതെന്ന് പറയണം എന്നെല്ലാം പറഞ്ഞു. അവനൊരു ഹ്യൂമൻ സന്തോഷമാണ്. എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര സന്തോഷം. ആദ്യത്തെ സിനിമയാണ്, അതും
മോഹൻലാലിന്റെ കൈയൊക്കെ അഭിനയിക്കുന്ന പറയില്ല, അതുപോലെ ബാക്ക് ഷോട്ടിൽ ഞാൻ മേടിക്കുമ്പോൾ എന്റെ കൈയൊക്കെ അനങ്ങി അഭിനയിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട് അതില്. പിന്നെ ഞാൻ മെയിനായിട്ടൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ഈ സിനിമയിലോട്ട് ഇപ്പം നമ്മൾ പല രീതിയിലാണ് എത്തുന്നത്. അപ്പം ഈ സിനിമയ്ക്കകത്തോട്ട് ഇരുന്ന് എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ആദിനാണ് ഇതിൽ നമ്മുടെ മെയിൻ ക്യാമറ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ ഒരു സംസാരത്തിലൂടെയാണ് ഈ സിനിമയിലോട്ട് ഞാൻ ഇതിനകത്ത് എത്തുന്നത്, ഇന്നാവുന്നത്. അപ്പോൾ അവനെ ഒരിക്കലും നമുക്ക് ഇതിൽ പറയാതിരിക്കാൻ പറ്റൂല. ഈ ഒരു പോയിന്റ് മ്യൂസിക് ഒക്കെ സൂപ്പർ ആണോ? പടം എങ്ങനെ ഉണ്ടായിരുന്നു? നീ പറയുന്ന കണ്ടല്ലേ? വളരെ സൂപ്പറുകളായിരുന്നു. പിന്നെ നമ്മളെപ്പോലത്തെ യുവതലമുറയ്ക്ക് ഇതിലോട്ട് എത്താൻ വേണ്ടി എന്താണ് ചെയ്യാൻ വേണ്ടിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇതിങ്ങനെ ഇപ്പോഴും ഭയങ്കര ആഗ്രഹമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം ഇനിയിപ്പോൾ എത്താൻ ആഗ്രഹം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നിലവിലിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. വീഡിയോ ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക, ക്യാമറ ഇത് മാറുക, ഫേസ് നമുക്ക് പേടി മാറുക, ഫിയറൊക്കെ മാറുക. അപ്പം എന്ത് നമുക്ക് ഒരാൾ പറഞ്ഞാലും ഇന്ന വേഷം ചെയ്യാൻ പറഞ്ഞാലും അത് ചെയ്യുക. പിന്നെ നമ്മൾ മറ്റു ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ നമ്മളൊന്ന് നിരീക്ഷിക്കുക. ഒരു റോൾ ഇങ്ങനെ ചെയ്യാതെ ഡിഫറെന്റ് ടൈപ്പ് ഒക്കെ നമ്മൾ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പൊ നമുക്ക് പുതിയ ഒരാളെ നമ്മളെ ഡയറക്ഷൻ നമ്മളെ സിനിമയിൽ വിളിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതെ അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ പ്രൗഡ് നിമിഷത്തെ പറ്റി എങ്ങനെയാണ് അനിയൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ സിനിമ ലൈവായിട്ട് എല്ലാവരുടെ മുമ്പിലോട്ട് കണ്ടിറങ്ങിയപ്പോൾ ആ ഒരു ഫീൽ പറയൂ? ഞാൻ ഇതുപോലെ അഖിലന്റെ സീന് പറഞ്ഞ സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അരുണേട്ടനെ നോക്കുമായിരുന്നു. അവിടെ ഇരുന്നിട്ട് നമ്മളെയൊക്കെ എക്സ്പ്രഷനാണ് നോക്കണ ആശ. അത് പോയിട്ട് ഇങ്ങനെ അഖില് അവൻ ശവത്തിന്റെ അത് സെറ്റായിരുന്നു കേട്ടോ, അത് ചിരിച്ചു, അത് അടിപൊളി, എന്തൊക്കെ എക്സ്പ്രഷൻ. അത് നമ്മളടുത്ത് ഒരു കുട്ടികൾ നിഷ്കളങ്കമായിട്ട് പറയില്ല, ഒരു കുട്ടി നിഷ്കളങ്കമായിട്ട് ഒരു കാര്യം കണ്ടിട്ട് പറയില്ല, അതുപോലെയായിരുന്നു അഖിലിന്റെ ഓരോ അത് ചിരിച്ചില്ല, അത് നൈസ് അല്ലേ. സപ്പോർട്ട് ഭയങ്കര ഇതാണ്. അത് ഞാൻ ഓൾറെഡി ചേട്ടൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കൊച്ചിയില് നമുക്ക് അറിയാം അവനെ. അപ്പൊ നമ്മളൊരു തിയേറ്ററിൽ സിനിമ വരുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത് വന്നിരുന്ന് നോക്കുമ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ എപ്പോഴും കാണുന്നവനാണ്. അപ്പൊ അവന്റെ പെർഫോമൻസ് ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷപ്പെടുന്നത് നമ്മളാണ് എന്നല്ല. അപ്പൊ അത് ഓരോരോ പെർഫോമൻസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അവര് നോക്കും, അത് അങ്ങനെയാ ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യേണ്ടതാണ്. നമുക്ക് തെറ്റുകളോ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ. അപ്പൊ അവൻ തന്നെ പറയുന്നുണ്ട്, നമുക്ക് ഇതേപോലെ ഓരോ പെർഫോമൻസ് ചേട്ടൻ പറയുന്നത് കറക്റ്റ് ആണ്, ചേട്ടൻ അത് കറക്റ്റ് ആയില്ലെങ്കിൽ ചേട്ടൻ എനിക്ക് തിരുത്തി തരും എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് നമ്മളത് ചെയ്തപ്പോ അവന്റെ ഒരു സന്തോഷമാണ് നമ്മുടെ സന്തോഷം. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഈ സിനിമയിൽ പുള്ളിക്കാരൻ അഭിനയിച്ചിട്ടുണ്ട്, ഗ്ലാമർ വില്ലനായിട്ട് അഭിനയിച്ചു. ഗ്ലാമർ വില്ലനായിട്ട് ഞാൻ പ്രതീക്ഷിച്ചേട്ടാ, ഞാൻ വെറുതെ നമ്മൾ അങ്ങോട്ട് നിന്നപ്പോ എന്നെ വിളിച്ചു, ചേട്ടാ ഇങ്ങോട്ട് വന്ന് നമുക്ക് ഒരു ചെറിയൊരു വേഷമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു നല്ലൊരു ചെറിയൊരു വേഷം ഉണ്ടാവും. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സത്യം അല്ലേ. വെറുതെ പോയി നിന്നപ്പോ ചേട്ടാ ഒരു ചെറിയൊരു വേഷം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരി ഓക്കെ നോക്കാം, പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു നല്ലൊരു വേഷം കിട്ടുമെന്നുള്ള ഒരു ചെറിയാണെങ്കിലും നമുക്കത് കാണേണ്ട ഒരു നല്ലൊരു എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സിനിമ കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു ഇത് തോന്നി. നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഷിബുചേട്ട ഇതിലുണ്ടായിരുന്നു നല്ലൊരു വില്ലനായിട്ടും. പിന്നെ സജാദ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയിൻ ഓഫ് ബോണ്ടേജിലുണ്ടല്ലോ, അപ്പൊ അതിലുള്ള 2 സജാദ് ഷിബുചേട്ടനൊക്കെ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാരെയും വിളിച്ചിട്ടുണ്ട്, നമ്മളെല്ലാരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ഷൂട്ടൊക്കെ നമ്മളെ ഇവിടെ വെച്ചാണ് വെള്ളയാണിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഷൂട്ട്. നിദ്രവിള അവിടെ വെച്ചൊക്കെ കുറെ ഷൂട്ട് ഉണ്ടായിരുന്നു. ഷൂട്ടൊക്കെ ഏകദേശം ഇവിടെ ഒക്കെ വെച്ചായിരുന്നു, നമുക്കപ്പോ എളുപ്പമായിരുന്നു. പിന്നെ അതിൽ 2 നായികമാരുണ്ട് കേട്ടോ, ഒന്നുമില്ല, നല്ല സ്ക്രീൻ പ്രസൻസ് ആയാലും എല്ലാം സൂപ്പർ ആയിരുന്നു. നമ്മള് ചിലപ്പോ വിചാരിക്കും കുറച്ച് ചെറിയ ആൾക്കാർ അഭിനയിക്കണല്ലേ, ചെറിയ പടമായിരിക്കും, അങ്ങനെയൊക്കെ നമുക്കൊരു ഇമേജ് ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും അല്ല, പടം നല്ല പടമാണ്. ലിമിറ്റേഷൻ ഒരുപാടുണ്ട്. അപ്പൊ ഇത് ആര് കാണാൻ പോയാലും ആര് കാണാൻ നിന്നാലും ഒരു മനസ്സിലൊരു ഇതാണ്, ഇതൊരു ലിമിറ്റേഷൻ വെച്ചെടുത്ത ഒരു പടമാണ്, കുറച്ച് ബഡ്ജറ്റിൽ ചെയ്തതാണ്. പക്ഷെ എന്ന് പറഞ്ഞ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ബാക്കിയുള്ള അതായത് അഭിനയത്തിലായാലും സ്ക്രിപ്റ്റിലായാലും ക്യാമറ എല്ലാ കാര്യത്തിലായാലും അവർ ചെയ്യേണ്ടത് പരമാവധി സംഭവം ചെയ്തിട്ടുണ്ട്. എനിക്ക് കണ്ടപ്പോ തോന്നിയതാണ്. ലിമിറ്റേഷൻ ഉണ്ടാവും, കാരണം ഒരു പരിമിതികൾക്ക് ഉള്ളിൽ നിന്ന് അത് നമ്മൾ പടം കാണാൻ ഇതിനെപ്പറ്റി നെഗറ്റീവ് മാത്രം പറയണമെന്ന് ചോദിച്ചാൽ നെഗറ്റീവ്. നല്ലൊരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാണെങ്കിൽ മനസ്സിലായിട്ട് ഇഷ്ടപ്പെടും. എന്നുവെച്ചാൽ ഒരു സസ്പെൻസ് പോലെയാണ് പോകണം. നമുക്ക് എല്ലാ സമയം ഒരു സസ്പെൻസ്, അടുത്ത് എന്തായിരിക്കും സസ്പെൻസ് കണക്ട് ചെയ്തിട്ട് ബാക്കിൽ കാണിച്ച് അങ്ങനെ ഓരോ 2 നടക്കുന്ന സംഭവങ്ങൾ കണക്ട് ചെയ്ത് ഡാർക്ക് ഹ്യൂമർ പരിപാടിയാണ്. 2 നടക്കുന്ന സംഭവം കണക്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒന്നിക്കുന്ന ഒരു സംഭവമാണ്.
അതില് ഡയറക്ടർ വിജയിച്ചിട്ടുണ്ട്. ഡയറക്ടർ അടിപൊളിയാണ്. എന്തായാലും ആ ചേട്ടൻ ഒരുപാട് നല്ല പടങ്ങള് കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതിനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. പുള്ളിക്ക് നല്ലൊരു ഐഡിയ ഉണ്ട്. കുറച്ചുകൂടെ കൃഷ്ണമണി ഇതിന് മുന്നേ ഒരു ട്രാൻസിഷൻ എന്ന് പറഞ്ഞൊരു മൂവി 10,000 രൂപയ്ക്ക് എടുത്തിട്ടുണ്ട്. അത് 1 മണിക്കൂർ ഉള്ള ഒരു സിനിമയാണ്. ആ സിനിമയുടെ തിരക്കഥയും സംവിധാനവും എഡിറ്റിംഗും ഒക്കെ അദ്ദേഹമാണ്. പുള്ളി എഡിറ്റിംഗ്, ഒരു ഡയറക്ടർ എഡിറ്റർ, രണ്ടും ഒരാൾ ചെയ്തതിന്റെ ഒരു ഇത് ആ പടത്തിൽ കാണാറുണ്ട്. എന്താ പറയാ, ഇപ്പൊ ഡയറക്ഷൻ ചെയ്ത അയാൾക്ക് തന്നെ എല്ലാം അറിയാം, എവിടെ കട്ട് വരണം, എവിടെ കട്ട് വരണ്ട, അതെല്ലാം അത് പക്കായിട്ട് കണക്ട് ആയിട്ടുണ്ട്. അതൊരു പ്രധാന ഇതായിരിക്കും ഇങ്ങനത്തെ പടത്തിലൊക്കെ. ഒരു അല്ലെങ്കിൽ എഡിറ്ററിന്റെ കൂടെ ഒരു ഡയറക്ടർ ഇരിക്കണം, ആ ഡയറക്ടർ ഇരിക്കണം. ഇതിപ്പോ അതിന്റെ ഒരു എന്താ പറയാ ഒരു പരിപാടി സെറ്റ് ആയിട്ടുണ്ട്. അയാള് തന്നെ ഡയറക്ഷനും ചെയ്ത് എഡിറ്റിംഗ് ചെയ്തതിന്റെ ഒരു ഇതുണ്ട്. അപ്പൊ എല്ലാരും ഈ സിനിമ കാണണം. മനോരമ മാക്സിലും ആമസോൺ പ്രൈമിലുമാണ് ഈ സിനിമ ഉള്ളത്. നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യണം. വേറൊന്നും പറയല്ലേ? ഇനി പറയാനുള്ള പടം വേണമെന്നുള്ളവര് കമന്റ് ഇട്ടാ മതി, നമ്മള് അയച്ചു തരാം. അങ്ങനെ ടെലഗ്രാമിൽ അയച്ചു കൊടുക്കാം. ടെലഗ്രാമിലല്ല, അല്ല മറ്റേ ആമസോൺ നമ്മുടെ ലിങ്ക്, മനോരമ മാക്സിന്റെ ലിങ്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ഒക്കെ ഇടണം. കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാനായിട്ട്. നിങ്ങളെ അഭിപ്രായങ്ങളാണ് ഇവരെ പോലുള്ള നമ്മളെ പോലുള്ളവരുടെ പ്രചോദനം. ഈ വീഡിയോ കൂടുതൽ കാണുന്ന നമ്മുടെ ഈ ഏരിയയിലുള്ളവരാണ്, ആൾക്കാരായിരിക്കും. നമ്മളെ ഏരിയയിലുള്ള ഒരു ചെറുക്കൻ സിനിമ വിജയിപ്പിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അല്ലാതെ നമ്മളിതിൽ അസൂയപ്പെട്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, വിജയിപ്പിക്കുക. ഭാവിയിൽ നടനാണ്. ഓക്കെ, നടനായി നല്ല അവസരങ്ങൾ കിട്ടണം. നമുക്ക് നമ്മൾ ചെയ്യല്ലോ എന്തായാലും. അപ്പൊ എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അടുത്ത് നമ്മളെ ഒരു ഇന്റർവ്യൂ ആയിട്ട് വരുന്നത്, നമ്മളെ ഒരുമിച്ച് എല്ലാവരും ആയിട്ടുള്ള ഒരു സിനിമയുടെ ഇന്റർവ്യൂ ആയിട്ടായിരിക്കും അടുത്ത് നമ്മൾ വരുന്നത്. അതൊരു എല്ലാവർക്കും സർപ്രൈസ് പൊളിക്കണ്ടല്ലേ? ഓക്കെ, അപ്പൊ ശരി, ബൈ. പൊളിച്ചില്ലല്ലോ, ഇനി പൊളിക്കാനൊന്നുമില്ലല്ലോ. ഇല്ല ഒന്നുമില്ല. എല്ലാം വാച്ചോളാം, ബാക്കി നമുക്ക്. ഓക്കെ, ഒരു താങ്ക്സ്, കൈകൂപ്പില്ല, താങ്ക്സ്. താങ്ക് യു. റെഡി 1 2 3 സ്റ്റാർ. അങ്ങനെ റെഡി 1 2 3 സ്റ്റാർ. നന്ദി. അപ്പൊ വീഡിയോ ഓഫ് ആകാറില്ല, നമ്മൾ തന്നെ